അവരംഗനവാടിയിൽ രാവിലെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പിന്നെ അതേ തിരിച്ച് ഞങ്ങൾ വൈകുന്നേരം ഐറുവിൻ്റെ ബർത്ത്ഡേ, അതായത് ഐറുവിൻ്റെ 3rd വയസ്സിലെ ബർത്ത്ഡേ ഞങ്ങൾ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യം വേറെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദിവസം കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 4ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ അവൾക്ക് എന്തായാലും അംഗനവാടിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, അവൾ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ടീച്ചറും ലതാമ്മയാണ് കേട്ടോ ഇത്. പിന്നെ ഐറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ആദ്യം കാണിച്ചത്, സഹിയ. അപ്പോൾ ഇതാണ് ഐറിൻ്റെ ടീച്ചറും ലതാമ്മയും കൂട്ടുകാരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞില്ലേ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുവാണ് കേട്ടോ. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്ന് കുറച്ച് സംഭവം വെച്ചിട്ട് ഞാൻ ഒരു ഡ്രീം കേക്ക് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോഴേക്കും അത് കുറച്ച് ഭാഗമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ മെഹ്റുവാണ് എടുത്തത് ഉമ്മീന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പും. ഞാനപ്പോൾ അത് ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. 2 ഉണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ അടുക്കളയിൽ തന്നെ നിന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് തീർന്നതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അതെല്ലാം അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരത്തേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞാനൊരു പാല് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മാംഗോ വെച്ചിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ, മാമ്പഴം കൊണ്ടിട്ട്. അപ്പോഴത്തേ 4 മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ആദ്യം ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാലുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി പാലുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുകൂടി അടിച്ചെടുത്ത് നമ്മളിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പാല് ഫ്രീസ് ചെയ്ത പാല് കൂടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് അടിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷേക്ക് എന്ന് പറഞ്ഞാൽ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എന്തായാലും ഒരു മാമ്പഴ സീസണൊക്കെ അല്ലേ, മാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളുടെ ഷേക്കാണ് കേട്ടോ. നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളത് കേക്ക് കട്ട് ചെയ്യാൻ പോകും. അപ്പം ഞാനും ഐറും കൂടി കട്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഹറും അങ്ങനത്തെ അവർ 2രും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തർക്കൊക്കെ അത് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം മെഹറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ വാപ്പിക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യണത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അടുത്ത കേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.